വിശക്കുന്നുണ്ടോ? എന്നാൽ വാ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പം ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് വരാം. ഇത് ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്, ഉരുളക്കിഴങ്ങ് അതും അതുപോലെ നല്ല കുഞ്ഞായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതുപോലെ നല്ല കനം കുറച്ച് വേണം അരിയാനായിട്ട്. ഇത് ഒരു 1/2 കപ്പുണ്ട്. പച്ചമുളക് ആവശ്യത്തിന്, അത് നല്ല പൊടിയായിട്ട് വേണം അരിയാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ പച്ചക്കറികളെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്കിടാം. ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിന് ശേഷം കഴുകിയെടുത്തതാണ്. സവാള പൊടിയായിട്ട് അരിഞ്ഞതിടാം. പച്ചമുളക് ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇടുമ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ്, ശേഷം ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് ഇത് ആക്കിയെടുക്കേണ്ടത്. ലാസ്റ്റ് പറയാം ഞാൻ എത്ര വെള്ളം ഒഴിച്ചു എന്നുള്ളത് കേട്ടോ. ഇത് കുഴയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല. ഈ ഒരു പരുവാണ് ഇത് വേണ്ടത്. ഇതുപോലെ ഇത് ഇനി നമുക്ക് ദോശക്കല്ലിലോട്ട് വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കണേന്. ഇത് കാസ്റ്റ് ചെയ്യേണ്ട തവ ആയതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര എണ്ണ ഒഴിച്ചേക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ തവയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ അത്രയും മാവ് വെച്ചിട്ട് 2 അപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത് എങ്ങനെ പരത്തേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ പരത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ പറ്റി പിടിക്കും. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് കൈ ഒന്ന് അതിൽ മുക്കിയിട്ട് വേണം ഇതൊന്നിങ്ങനെ പരത്താനായിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കൈ ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് പരത്തി കൊടുക്കുക. അപ്പോൾ ഇത് കനം കുറഞ്ഞിരിക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. ഇനി ഇത് ഒരു മീഡിയം ഹീറ്റിലിട്ടൊന്ന് ചുട്ടെടുത്തേച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ഇട്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് അത്രയും സ്ലൈസായിട്ട് മുറിച്ചേക്കുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തും ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് വേഗം. ഇതൊന്ന് മറിച്ചിടാം. ഇതിൻ്റെ പുറം ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. നിങ്ങൾക്ക് എണ്ണ ചേർക്കുന്നത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ടതിന് ശേഷവും കുറച്ച് എണ്ണ തൂക്കാം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കേട്ടോ. മറിച്ചിട്ട് നോക്കാം. ഇതുപോലെ നല്ല മുരുമുരാന്നായിട്ട് ഇരിക്കുന്നത്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ചൂടാണ്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.